നമ്മൾ ഈ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്ക് പ്രകൃതിയുടെ ശബ്ദങ്ങൾ മനുഷ്യൻ കമ്പോസ് ചെയ്തുണ്ടാക്കുന്ന മ്യൂസിക്കിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 5 മണിക്ക് പുറത്ത് കേട്ട ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്വച്ഛന്തമായ പ്രകൃതിയെ കേട്ട് അങ്ങനെ തന്നെ നിൽക്കാൻ തോന്നി. ഈ മൾട്ടിപെറ്റൽ കിഴുക്കുത്തിമുല്ലയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എൻ്റെ റോസിനോടുള്ള പ്രണയത്തോളം പ്രായമുള്ള എൻ്റെ പീച്ച് റോസ് ഇപ്പോഴും എനിക്ക് വേണ്ടി ഇങ്ങനെ പൂക്കുകയാണ്. ഒരു പൂ വിരിയുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണെന്ന നമ്മുടെ വിശ്വാസത്തെ മാറ്റി ചിന്തിപ്പിച്ച ഒരു സൗന്ദര്യമാണ് ഈ താമരപ്പൂക്കൾ. വിരിയിച്ചു കൊടുത്താൽ മാത്രം പൂർണ്ണതയിലെത്തുന്ന ഈ സൗന്ദര്യത്തെ സൗന്ദര്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വാക്കുകൾക്കതീതമായ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി. പൂക്കൾ ഫെയ്ഡായി തുടങ്ങുമ്പോൾ തന്നെ വെട്ടിമാറ്റുക എന്നുള്ളതാണ് ശരിയായ പ്രോസസ്സിങ്. അതല്ലെങ്കിൽ ചെടിയിൽ നിന്നും ഉണങ്ങും തോറും ന്യൂട്രിയൻസ് പ്ലാന്റ്സിൽ നിന്നും നഷ്ടമാകും. എന്നെ വെട്ടരുതെന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വെളുത്ത ബോഗൺവില്ല വീണ്ടും കമ്പുകൾ നിറയെ മൊട്ടിട്ട് തുടങ്ങി. മുന്നേ കട്ട് ചെയ്തതെല്ലാം അതേപോലെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോഗൺവില്ലയുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്ന് റോസിന് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. റോസിനും അടിയനത്തിനും മാത്രമാണ് പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നത്. ബാക്കി ചെടികളൊക്കെ നമ്മളോടൊപ്പം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷമായി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാ ആരോഗ്യത്തിലാണെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കും. റോസ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി.